ഹിന്ദുക്കളിൽ ചില ആളുകളുണ്ട്, ഹിന്ദു എന്ന് പറയാൻ നാണക്കേടാണ്. എറണാകുളത്ത് വെച്ച് കണ്ടു, ആ കുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. അപ്പം ഇവിടുന്ന് കാണുന്ന കുട്ടിയല്ല, ഒരു മുട്ടിന് വരെ പോലും വസ്ത്രമില്ല. ഒരു നമസ്കാരമുണ്ട്, ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. എന്നും ഞങ്ങൾ വരും, എന്നും. എന്തിനാണെന്നറിയോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ, എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് പേർക്ക് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെങ്കിലോ. ഒന്നില്ലെങ്കിൽ നമ്മുടെ നടത്തുന്ന നിലമ്പൂർ സ്നേഹാലയം എന്നുള്ള കൊച്ചു ട്രസ്റ്റിലേക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ കുറച്ച് പാകം ചെയ്ത ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. ആ ഒരു ഉദ്ദേശം തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് മതം. വലിയ വിഷയമാണ് മതം. മതത്തെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള അർഹതയും യോഗ്യതയും പാണ്ഡിത്യവും ഒന്നും തന്നെ ഇല്ല. എങ്കിലും അല്പജ്ഞാനത്തിൽ അറിയുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാനും സ്നേഹാലയം ഷുഹൈബും ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. മതം ഒരു മനുഷ്യനും സത്യത്തിൽ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയവും ആവശ്യമില്ല. പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനുമുള്ള നല്ല മനസ്സുള്ളവന് ഒരു മതവും വേണ്ട, ഒരു രാഷ്ട്രീയവും വേണ്ട. എന്നാൽ ഞാനടക്കമുള്ള ഷുഹൈബടക്കമുള്ള ആളുകൾക്ക് ഒരു ദൈവമുണ്ട്. വ്യത്യസ്തമായ ദൈവമാണ്, വ്യത്യസ്തമായ ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. അപ്പോൾ എൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹിന്ദുവാണ്. ഞാൻ അഭിമാനമായി പറയുകയാണ്, ഞാൻ ഹിന്ദുവാണ്. ഷുഹൈബ് പറയും ഞാൻ മുസൽമാനാണ്. അഭിമാനമായിട്ട് അവൻ പറയുക, യെസ് ഞാൻ മുസൽമാനാണ്. എന്നാൽ ഹിന്ദുക്കളിൽ ചില ആളുകളുണ്ട്, ഹിന്ദു എന്ന് പറയാൻ നാണക്കേടാണ്, എന്തോ ഒരു അപമാനം പോലെ. എന്നാലോ അവൻ്റെ പേര് ഗോപാലൻകുട്ടി, കൃഷ്ണൻ, രാമൻ, വാസുദേവൻ ഒക്കെ ആയിരിക്കാം, അമ്മ കാർത്തികേയനി ആണ്. അപ്പോൾ എന്നിരുന്നാലും അവർ ആരെയോ ഭയക്കുന്നുണ്ട്, ആരെയോ പ്രീതിപ്പെടുത്താനുള്ള വ്യഗ്രത കൊണ്ട് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാൻ അവന് വയ്യ, നാണക്കേടാണ്. മതം മനുഷ്യൻ്റെ സ്വകാര്യതയാണ്, അത് നമ്മൾ ആചരിക്കേണ്ടതുമാണ്. എന്ന് വെച്ച് ഷുഹൈബ് പിണങ്ങുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും ഞാൻ മാറ്റാറില്ല. അതുപോലെ ആയിരിക്കണം ഓരോ ഹിന്ദുവും. എന്നാൽ ഒരു മുസൽമാനും ക്രിസ്ത്യാനിയും അവനും അവൻ്റെ ആചാരങ്ങൾ തീർച്ചയായും ആചരിക്കുന്നു. എല്ലാവരും എന്നെപ്പോലുള്ള ആളുകളെ സ്നേഹത്തോടു കൂടിയിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും മതം ഒരു തടസ്സമേ അല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മതം മനുഷ്യൻ്റെ സ്വകാര്യതയാണ്. ഈ മതത്തെ ദുർബലപ്പെടുത്താൻ ചില ആളുകൾ വളരെയധികം കച്ചകെട്ടി തുടങ്ങിയിട്ടുണ്ട്. അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മതത്തെ വ്യഭിചരിക്കുന്നത് മതം മാറ്റക്കാരാണ്. കിട്ടിയതൊന്നും പോരാ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ വയ്യ, ജനസംഖ്യ വർദ്ധിപ്പിക്കണം, അത് കണ്ടോനുണ്ടാക്കിയ അവർ കഷ്ടപ്പെട്ട് അവർ ജീവിച്ച് വളർന്ന അവർ മക്കളും മരുമക്കളും കുട്ടിയും കുടുംബമൊക്കെ ഉള്ള കുടുംബം മൊത്തത്തിൽ മതം മാറ്റാൻ നടക്കുന്ന ഒരു പറ്റം പിതൃശൂന്യർ എന്ന് പറയും സാഹിത്യത്തിൽ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയണം. ഇപ്പോൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ജോബിൻ ജെയിംസ് വരേണ്ടതായിരുന്നു. ജോബിൻ ജെയിംസ് അയാളിപ്പോൾ വടവറം സ്വദേശിയാണ്, ഇപ്പോൾ ബാംഗ്ലൂരാണ്, ഓപ്പറേഷൻ തിയേറ്റർ കോഴ്സിന് പഠിക്കുകയാണ് ആൾ. അവനും കൂടി ഉണ്ടെങ്കിൽ കലക്കിയനെ. അപ്പോൾ മതം എന്ന് പറയുന്നത് ഞാനോ ഈ ഷുഹൈബോ ജോബിനോ അല്ല, അതെല്ലാം ഞങ്ങളുടെ അച്ഛൻ, നമ്മുടെയൊക്കെ പൂർവികരായ ആളുകൾ അവർ ഏത് മതത്തിലാണോ ജനിച്ചത് ആ മതത്തിൽ തന്നെ മരിക്കാനും കൂടി ഓരോ മതസ്ഥനും ശ്രമിക്കുക. അതാണ് ജീവിതം, അതാണ് മതബോധം. മതബോധമില്ലാത്ത ഒരുത്തിനും, ഈശ്വരചിന്ത ഇല്ലാത്ത ഒരുത്തിനും നന്നായ ചരിത്രമില്ല. സുഹൃത്ബന്ധമാണ് ഏറ്റവും വലുത് തോന്നും. തെറ്റാണ്. നാം വിശ്വസിക്കുന്ന ദൈവം, ഭഗവാൻ, ദൈവം അത് തന്നെയാണ് നമ്മൾക്ക് അന്ത്യം ശരണം ഭഗവാനേ ഉണ്ടാവുള്ളൂ. ഈ വിവരം
എല്ലാവരെയും അറിയിച്ചു കൊള്ളുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയ സ്നേഹിതൻ ഷുഹൈബ് നിങ്ങളോട് 2 വാക്ക് പറയുന്നതായിരിക്കും. താങ്ക് യു. നമസ്തേ. ഗോഡ് ഈസ് ലവ്. ഞാൻ ഷുഹൈബ്. സ്നേഹാലയം ചർച്ചകളാണ്. ഞങ്ങൾ വലിയ അറിവുകാരല്ല. എല്ലാ ആളുകളും ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ ലോകത്തിൻ്റെ നന്മയ്ക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബം അത് നല്ല കുടുംബമാകണം. ഞാൻ എപ്പോഴും പറയണ മാതിരി ഈ ചാനൽ തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, വ്യഭിചാരം തൊട്ടു തീണ്ടാത്ത ദാമ്പത്യം, അതിൽ അധിഷ്ഠിതമായ കുടുംബം, അതാണ് മതം. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നല്ല ജീവിതം, ഇതാണ് മതം. അപ്പം പല വേലകൾ, ജോലികൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും വേല ചെയ്യാം, ജോലി ചെയ്യാം. അത് കുടുംബത്തിൻ്റെ ഒപ്പമാകട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വീടുകളിൽ നിന്ന് ജോലി ചെയ്യാം, വീടുകളിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്യാം. അപ്പോൾ നമ്മൾ 4 കൊല്ലം മുമ്പ് പ്രതിസന്ധിയിലായിരുന്നപ്പോൾ വീടുകളിൽ നിന്നായിരുന്നു വിദ്യാഭ്യാസം. അതായത് കുട്ടികളെ കൂടുതൽ അകറ്റി നിർത്തിയുള്ളൊരു ചർച്ചകളാണ്. ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയുകയാണ്. ആരെയും അടിച്ചേൽപ്പിക്കല്ല, എല്ലാവരും ഉൾക്കൊള്ളാനാണ്. കുട്ടികളെ ദൂരെ ഏൽപ്പിച്ചുള്ള നമുക്ക് ഉള്ളൊരു വിദ്യാഭ്യാസം അത് നല്ലതല്ല. കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ തന്നെ കുറേ സമയം കുട്ടികളെ വിട്ടു നിൽക്കുകയാണ്. പിന്നെ ട്യൂഷന്, മദ്രസ, ഇങ്ങനെ കുട്ടികളും മാതാപിതാക്കളുമായുള്ള ബന്ധം വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ടും മക്കൾ വഴിതെറ്റാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കുട്ടികൾ, മാതാപിതാക്കൾ, കുടുംബം ഇവരൊപ്പമുള്ള ജോലികൾ ഒരുപാട് ലോകത്തുണ്ട്. ഒരുപാട് പ്രവൃത്തികൾ, കൈവേലകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് ഷോപ്പിലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്യുക. കുട്ടികളും കൊണ്ട് പോവുക, കുടുംബമായിട്ട് പോവുക, ഇങ്ങനെ ഒത്തൊരുമിച്ച് നല്ലൊരു ജീവിതം. അത് പല ആചാരക്കാരും മതക്കാരും ഉണ്ടാവും. അതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ഇവിടെയുള്ള ജീവിതത്തിനാണ് ഇമ്പോർട്ടൻ്റ്. ഇവിടെ എല്ലാവർക്കും ഒരു ദൈവമുണ്ട്, ഇവിടെ എല്ലാവർക്കും ആചാരങ്ങളുണ്ട്. അതൊക്കെ മാറ്റി കുടുംബത്തിൽ നിന്ന് അടർത്തി വേറൊരു കുടുംബമായിട്ട് ജീവിക്കുന്നവരെ ദൈവം പരിഗണിക്കില്ല. അതിൽ പറയാൻ കാരണമുണ്ട്. ഞാൻ ഡൽഹി, ബോംബെ, കൽക്കട്ട, ബാംഗ്ലൂർ, അതുപോലെ തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശ്ശൂർ അടക്കമുള്ള നമ്മുടെ വലിയ വലിയ സിറ്റികളിലൊക്കെ തന്നെ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് നല്ല ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഭക്തിയും ബഹുമാനവും വിനയമൊക്കെ കിട്ടി പാദമൊക്കെ നമസ്കരിച്ച് പോകുന്ന പല ഹിന്ദു കുട്ടികളും, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മുസ്ലിം കുട്ടി, പേര് പറയണ്ടല്ലോ, മോശമല്ലേ, ആരെയും നമ്മൾ തേജോധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കുട്ടിയെ ഞാൻ കണ്ടു. ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ടു. ആ കുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. അപ്പോൾ ഇവിടുന്ന് കാണുന്ന കുട്ടിയല്ല, നല്ല മതപരമായ രീതിയിലുള്ള ആചാരങ്ങളും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ വസ്ത്രങ്ങളും ഒക്കെ ഇട്ട് ഇപ്പോൾ നടക്കുന്ന കുട്ടിയെയാണ് ഞാൻ ഇവിടെ കണ്ടത്. എന്നാൽ ആ കുട്ടിയെ ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ട വേഷം ഇതല്ല. കുട്ടി വളരെയധികം ഒരു മുട്ടിന് വരെ പോലും വസ്ത്രമില്ല, ഒരു മറയ്ക്കാതെ, അല്ലെങ്കിൽ ഒരു ടീഷർട്ട്, ടൈറ്റായൊരു ടീഷർട്ട് ഇട്ടിട്ട് ആ കുട്ടി നടക്കുക. ഇപ്പം കണ്ടില്ലേ, നമ്മളെ കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികളാണല്ലോ, വിദൂരത്ത് പോയി പഠിക്കട്ടെ, നല്ല വിദ്യാഭ്യാസം കിട്ടുമല്ലോ, നല്ല സംസ്കാരം കിട്ടുമല്ലോ, നല്ല ജോലി കിട്ടുമല്ലോ എന്ന് കരുതി വിടുമ്പോൾ ആ കുട്ടികൾ വഴിതെറ്റി നശിച്ച് പഠിക്കുന്നുണ്ടായിരിക്കാം, അവർക്ക് ജോലി കിട്ടുമായിരിക്കാം. പക്ഷേ ഒരു 2-3 അബോർഷനും ഒരു 2-3 ഡിവോഴ്സും കഴിഞ്ഞിട്ടാണ് എല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ആ വിവരം. കാരണം ഇതിന് വ്യക്തമായ കണ്ട ഒരാളെന്ന നിലയിൽ, കാരണം ഒട്ടനവധി അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഒരു മതത്തെയും, ഒരു വ്യക്തികളെയും, ഒരു കുട്ടികളെയും, ഒരു രക്ഷിതാക്കളെയും, ഒരു മതത്തെ, ജാതിയോ രാഷ്ട്രീയത്തെയോ ഒന്നും അപകീർത്തിപ്പെടുത്തുക എന്നതല്ല ഞങ്ങളുടെ ഉദ്ദേശം. ചില പോയിന്റുകൾ രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോയും. അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, ഞങ്ങൾക്ക് മാപ്പ് തരിക. കാരണം നല്ലതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ കൊച്ചു വീഡിയോ അത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ. കാരണം ഇന്ന് കിട്ടുന്ന ചെറിയ വരുമാനങ്ങൾ, കാരണം അന്നദാനമായിട്ടും ഭക്ഷണമായിട്ടും പൈസയായിട്ടും അല്ലെങ്കിൽ എന്തിന് ബാക്കി വരുന്ന ചോറാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ വീഡിയോ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഗോഡ് ഈസ് ലവ്. നമസ്തേ.